വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് 2020 ഗുണഭോക്തൃ സംഗമം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ജില്ലയിലെ 2ാം സ്ഥാനമാണ് ലൈഫ് പദ്ധതിയിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ലൈഫ് ഭവന പദ്ധതിയിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 1500ഓളം വീടുകളാണ് വിവിധ ഘട്ടങ്ങളായി നൽകിയിട്ടുള്ളത്. പണി പൂർത്തീകരിക്കാത്തതും പാതി വഴിയിൽ നിൽക്കുന്നതുമായ വീടുകൾ നിലവിൽ ഉള്ളതുകൊണ്ടാണ് ലൈഫ് പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിന് ജില്ലയിൽ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ ഗ്രാമപഞ്ചായത്തിൽ വീടില്ലാത്ത ആളുകൾ ഉണ്ടാകില്ല എന്നാണ് ഭരണസമിതിയുടെ അവകാശവാദം. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കുന്നതിനാവശ്യമായ എഗ്രിമെന്റ് വെക്കേണ്ടവർ, കൂടാതെ നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ വിശദീകരണം എന്നിവയ്ക്ക് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി 2020 എന്ന ഗുണഭോക്തൃ സംഗമം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചുകൂട്ടിയത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു ഗ്രാമസഭ നടക്കുമ്പോൾ ആ ഗ്രാമസഭയിൽ ജനറൽ വിഭാഗത്തിൽ വീടുകൾ അനുവദിച്ചു കൊടുക്കുന്നത് ഒരു 2 വീട്, ഒരു 3 വീട് ഒരു വർഷത്തിൽ അത്രയൊക്കെ കിട്ടുകയുള്ളൂ. SC വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് ഇത്രയും കാലങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ 2016 ലൈഫ് മിഷൻ എന്ന ഒരു പദ്ധതി ആരംഭിച്ചതിന് ശേഷം വീടില്ലാതെ മുഴുവൻ പേർക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലമില്ലാത്ത ആളുകളെ കണ്ടെത്തുകയും അവർക്ക് സ്ഥലം കൊടുക്കുകയും സ്ഥലമുള്ള ആളുകൾക്ക് ലൈഫ് മിഷന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള ആവശ്യമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 1850 പേരോളം അപേക്ഷ കൊടുക്കുകയും ഗുണഭോക്താക്കളായിട്ട് വരികയും അവരിൽ 350 പേര് അർഹതയില്ലാത്ത ആളുകളായി കണ്ടെത്തുകയും അവരെ മാറ്റിക്കൊണ്ട് 1500 പേർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റുകളും അവർക്ക് എഗ്രിമെന്റ് വെച്ചവർക്ക് ആദ്യ ഘടകമായിട്ട് പൈസ കൊടുക്കുകയും കുറേയധികം പേര് വീട് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഇനി ഗുണഭോക്താക്കൾ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർ സംസാരിക്കുകയും ചെയ്തു. പഞ്ചായത്തിലെ നിരവധിയായ ആളുകളാണ് സംഗമത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.